എറണാകുളത്ത് ലുലു ഗ്രൂപ്പ് പണികഴിപ്പിച്ച IT ടവറുകൾ ഈ വർഷം നവംബറിൽ പ്രവർത്തനം ആരംഭിക്കും. സ്മാർട്ട് സിറ്റിയിലാണ് ടവറുകളുടെ പ്രവർത്തനം. 2 ടവറുകളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അവസാനവട്ട മിനുക്കുപണികൾ മാത്രമാണിപ്പോൾ അവശേഷിക്കുന്നത്. 30 നിലയിൽ നിർമ്മിച്ചിട്ടുള്ള ഇരട്ട ടവർ കേരളത്തിലെ ഏറ്റവും വലിയ വാണിജ്യ കെട്ടിടമാണ്. കൊച്ചിയുടെയും കേരളത്തിന്റെയും മുഖച്ഛായ തന്നെ മാറ്റാൻ കെൽപ്പുള്ള പദ്ധതിയാണ് ലുലു ഗ്രൂപ്പ് സമ്മാനിച്ചിരിക്കുന്നത്. 15,000 കോടി രൂപ മുതൽ മുടക്കിൽ പണിത IT ടവറിന് കേരളത്തിലെ IT രംഗത്തിന്റെ പുത്തൻ സാധ്യതകളിലേക്ക് വഴി തുറക്കാനും സാധിക്കും. 180 മീറ്ററാണ് കെട്ടിടത്തിന്റെ ഉയരം. ഒക്യുപൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ IT കമ്പനികളുമായി കരാറിലെത്താൻ കഴിയുകയും ചെയ്യും. വിവിധ കമ്പനികളുമായി കരാറിലെത്തുന്ന മുറയ്ക്ക് ബാക്കിയുള്ള നിർമ്മാണം അവരുടെ പ്രവർത്തനത്തിന് അനുയോജ്യമായ രീതിയിലായിരിക്കും പൂർത്തിയാക്കുക. IT ടവറിന് 34.54 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയുണ്ടാകിലും 25.5 ലക്ഷം ചതുരശ്ര അടിയായിരിക്കും ലീസിന് നൽകുന്നത്. 3 ലെവൽ കാർ പാർക്കിംഗ് ഏരിയയിൽ ഒരേ സമയം 4250 കാറുകൾക്ക് പാർക്ക് ചെയ്യാനും സാധിക്കും. ഇതിലെ 30,000 കാറുകൾക്ക് റോബോട്ട് കാർ പാർക്കിംഗ് സൗകര്യം ലഭിക്കും. നവംബർ മാസത്തോടെ ലുലു ഇൻഫ്രാബിൽഡ് ഇരട്ട ടവറുകളുടെ ഉദ്ഘാടനം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ലുലു IT ഇൻഫ്രാബിൽഡ് പ്രൈവറ്റ് ലിമിറ്റഡ് നിർമ്മിച്ച കെട്ടിടത്തിന്റെ മികച്ച അഭിപ്രായമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. IT ടവറുകൾ പ്രവർത്തന സജ്ജമാകുന്നതോടെ സംസ്ഥാനത്തിന്റെ IT തലസ്ഥാനമെന്ന പദവി കൂടിയാണ് കൊച്ചി ലക്ഷ്യമിടുന്നത്. സ്മാർട്ട് സിറ്റി കൊച്ചി 2ാം ഘട്ടത്തിന്റെ ഭാഗമായാണ് ടവറുകളുടെ നിർമ്മാണം. പ്രവർത്തനം ആരംഭിക്കുന്നതോടെ 25,000 മുതൽ 30,000 വരെ പേർക്ക് ജോലി ലഭിക്കും എന്നതാണ് പ്രതീക്ഷ. ഫുഡ് കോർട്ട്, ക്രഷ്, ജിം, റീറ്റെയിൽ സ്പേസ്, അങ്ങനെ 100% പവർ ബാക്കപ്പ്, സെൻട്രലൈസ്ഡ് AC, മാലിന്യ സംസ്കരണ പ്ലാന്റ്, മഴവെള്ള സംഭരണി എന്നീ സൗകര്യങ്ങളും ഉണ്ടാകും. അതേസമയം ഉയർന്ന ജീവിത ചെലവ് കൊച്ചിയിലെ ജീവിതം ദുസ്സഹമാക്കാൻ ഇടയുണ്ട്. ഇതിന് പരിഹാരം എന്നോണം വമ്പൻ മാറ്റത്തിനൊരുങ്ങി കൊച്ചി. എന്താണെന്ന് അറിയണ്ടേ? സൈക്കിൾ ഉപയോഗിച്ചാൽ 2 ഉണ്ട് കാര്യം. ഒന്ന്, യാത്രാ ചെലവിൽ വലിയ തുക ലാഭിക്കാം. മറ്റൊന്ന്, മികച്ച ആരോഗ്യം നേടിയെടുക്കാം. അതുകൊണ്ടായിരിക്കും കൊച്ചിക്കാർ ഇന്ന് മുഴുവൻ സൈക്കിളിന് പിന്നാലെയാണിപ്പോൾ. കൊച്ചി നഗരത്തിലുള്ളവരുടെ പ്രിയപ്പെട്ട വാഹനമായി സൈക്കിൾ മാറുകയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. മെട്രോ റെയിലിന്റെ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റിയെ അവതരിപ്പിച്ച സൈക്കിളുകൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. മെട്രോയുമായി ചേർന്ന മൈ ബൈക്കാണ് കൊച്ചിക്കാർക്ക് തുച്ഛമായ നിരക്കിൽ സൈക്കിൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. 950 സൈക്കിളുകൾ വിവിധ സ്ഥലങ്ങളിലായി ലഭ്യമാണ്. ആലുവ, തൃപ്പൂണിത്തുറ സ്റ്റേഷനുകളിൽ ഒഴികെ എല്ലാ മെട്രോ സ്റ്റേഷനുകളിലും സൈക്കിൾ ലഭ്യമാണ്. ആലുവയില് സൈക്കിൾ വെക്കാൻ സ്ഥലമില്ലാത്തതാണ് പ്രധാന പ്രശ്നം. ഉടൻ തന്നെ തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ സൈക്കിൾ എത്തുമെന്നതാണ് അധികൃതർ അറിയിക്കുന്നത്. ഇടപ്പള്ളി സ്റ്റേഷനിൽ എത്തുന്നവരാണ് ഏറ്റവും കൂടുതൽ സൈക്കിൾ ഉപയോഗിക്കുന്നത്. ഫോർട്ട് കൊച്ചി, മറൈൻ ഡ്രൈവ് എന്നിവിടങ്ങളിൽ നിന്ന് ആളുകൾ കൂടുതലായി സൈക്കിൾ എടുക്കുന്നുണ്ട്. ഓഫീസിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് കൂടുതലായും സൈക്കിൾ തിരഞ്ഞെടുക്കുന്നത്. സ്ത്രീകളും സൈക്കിൾ യാത്ര ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിലുണ്ട്. കഴിഞ്ഞ വർഷം നടത്തിയ പഠനത്തിൽ കൂടുതലും സൈക്കിൾ ഉപയോഗിക്കുന്നത് മുതിർന്ന പൗരന്മാരാണെന്ന് കണ്ടെത്തിയിരുന്നു. ഉപയോഗം വർദ്ധിച്ചതോടെ കൂടുതൽ സൈക്കിളുകൾ പുറത്തിറക്കാൻ മൈ ബൈക്കിന് പദ്ധതിയുമുണ്ട്. വ്യവസായശാല എന്ന ആപ്പിലൂടെയാണ് സൈക്കിൾ വാടകയ്ക്കെടുക്കാൻ സാധിക്കുന്നത്. സൈക്കിൾ നമ്പർ തിരഞ്ഞെടുത്തതിന് ശേഷം പാസ്വേഡ് ഉപയോഗിച്ച് യാത്ര തുടങ്ങാം. യാത്ര അവസാനിക്കുമ്പോൾ സൈക്കിൾ റാക്കിൽ വെച്ച് എൻഡ് ഓപ്ഷനും കൊടുക്കാം. 20 രൂപയ്ക്ക് 10 മണിക്കൂർ വരെ സൈക്കിൾ ഉപയോഗിക്കാം. 500 രൂപയാണ് ഡെപ്പോസിറ്റായി നൽകേണ്ടത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.